ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ആദ്യം നമുക്ക് എങ്ങനെയാണ് തുണി മടക്കി ഇടേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ മിച്ചം വന്ന കുറച്ചൊരു തുണി വെച്ചാണ് ഇവിടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് വീട്ടിലിടുന്ന ഒരു ഷോർട്ട്സ് നിക്കറും അതുപോലെ തന്നെ ടോപ്പും ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ആദ്യം നമുക്ക് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി എങ്ങനെയാണ് മടക്കിയിട്ട് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ തുണി നിവർത്തിയിട്ടേക്കണം. ആകെ ഇത്രയും തുണിയുള്ളൂ. ആദ്യം നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് തുണി മടക്കിയിട്ടെടുക്കുവാണ്. തുണി കണ്ടില്ലേ, ഇത്രയും തുണി ആദ്യം നമ്മൾ നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ഇതുപോലെ തേരുവശം ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് ആ തുണിയെ വീണ്ടും ഒന്നുകൂടെ ഇപ്പം നമ്മൾ വീതി വശത്തേക്കാണ് രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ തുണിയെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒന്നുകൂടെ ഞാൻ ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. എത്രയാണോ നമുക്ക് തുണിക്ക് വേണ്ടുന്ന വീതി എന്ന് പറയുന്നത്, നമ്മുടെ ഹിപ്പ് റൗണ്ട് ഉണ്ടല്ലോ, കുട്ടികളുടെ ഹിപ്പ് റൗണ്ട്, അതിൻ്റെ നമ്മൾ 1 ഫിംഗർ ലൂസോട് കൂടി അളവെടുത്തതിന് ശേഷം അതിൻ്റെ 4/1 കൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ അളവിലുള്ള വീതി തുണി നമ്മൾ 4ആയിട്ട് മടക്കി ഇട്ടുമ്പോൾ ആ വീതി നമുക്ക് കിട്ടണം. 12 ഇഞ്ച് വീതിയിൽ തുണി ഇങ്ങനെ മടക്കി ഇട്ടെടുത്തേക്കുവാണ്. ആ വീതിയിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ബാലൻസ് വരുന്നത് ഷോർട്ട്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ എങ്ങനെയാണ് തുണി മടക്കി ഇട്ടതെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതുപോലെ തേരുവശം വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയതിന് ശേഷം പിന്നീട് വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ മടക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മടക്കുവശമാണ്. ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ സൈഡാണ്. 4 പീസ് വരും. 1 2 3 4 അങ്ങനെ 4 പീസ് വരും. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇവിടെ ഫോൾഡ് വശമാണ്. അവിടെ നമ്മൾ ലെവലാക്കി ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് 20 ഇഞ്ചാണ്. എനിക്ക് കിട്ടുന്ന ഇത്രയും ലെങ്ത് ആദ്യം മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ആ ലെങ്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. വീതി ഒരു 12 ഇഞ്ചോളം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുകൾ വശത്ത് ഫോൾഡ് വശമാണ്, മടക്ക് വരുന്ന വശമാണ്. അതുകൊണ്ട് ഞാനിവിടെ ലെവലാക്കി ഒന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്കിവിടെ ഏകദേശം 19 ഇഞ്ചോളം വരുന്നുണ്ട്. അത്രയും ലെങ്ത് തന്നെ ഞാൻ എടുക്കുവാണ്. ഇനി താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം, ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം, അതെല്ലാം ഇതിനകത്ത് തന്നെ വരും. ഇനി മടക്ക് വശത്തു നിന്നും നമ്മൾ ഷോൾഡറിൻ്റെ അളവ്, ഈ മടക്ക് വശത്തു നിന്നും ഷോൾഡറിൻ്റെ അളവ് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ 5.5 ഇഞ്ച് തന്നെ ആം ഹോളിൻ്റെ ലെങ്തായിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് ഷോൾഡറിൻ്റെ വീതി തന്നെ കറക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ അവിടെയും 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലെങ്ത് ഒന്ന് നീളത്തിലൊന്ന് വരച്ചെടുത്തതിന് ശേഷം നമുക്കിവിടെയാണ് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എത്രയാണ് ചെസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലെങ്ത് ഞാനിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 7 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലാണ്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത്. ഇനി ഹിപ്പ് ലെങ്ത് ഞാനിവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഹിപ്പ് റൗണ്ട് അളന്നെടുത്തതിൻ്റെ 4/1 1/2 ഇഞ്ച് ലൂസും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴത്തെ വീതി നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടുത്തെ അതേ അളവ് തന്നെ മാർക്ക് ചെയ്ത് എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് അവിടെ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതെല്ലാം ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കണം. ഈ ആദ്യം മാർക്ക് ചെയ്തതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എക്സ്ട്രാ ആയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ആം ഹോൾ ലെങ്തിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് നമ്മളവിടെ ഒരു കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ലെവൽ ചെയ്ത് ആദ്യം വരച്ചതൊന്ന് വരച്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്ത് അത് കട്ട് ചെയ്ത് പിന്നെ ആം ഹോളിൻ്റെ കർവെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഇവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് ഇനി നമുക്ക് ഈ എക്സ്ട്രാ വന്ന പീസിൽ നിന്ന് ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ബാലൻസ് വന്ന പീസിൽ നിന്ന്. പിന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസിലേക്ക് ഞാൻ നെക്കൊക്കെ അടയാളപ്പെടുത്തും. അതിന് മുമ്പ് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുത്തു, കാരണം സ്ലിറ്റ് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി കറക്റ്റ് ഒരുപോലെ ആം റൗണ്ടിൻ്റെ അവിടെ ഒരുപോലെ വെടിച്ച് നമ്മൾ ഫ്രണ്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്ക് വിടുത്ത് നെക്ക് ലെങ്തും ഒക്കെ ഫ്രണ്ട് നെക്ക് വിടുത്ത് നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നെക്ക് വിടുത്ത് ഒരു 1.25 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേ 2 ഇഞ്ച് കിട്ടും. നെക്ക് ലെങ്ത് ഒരു 4.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം അവിടെ ഒരു റൗണ്ട് നെക്ക് വരച്ചതിലൂടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് വരച്ച് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പീസ് നമ്മളിപ്പം കട്ട് ചെയ്ത് ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ ഒന്ന് കറക്റ്റായിട്ട് മടക്കി ഇട്ടതിന് ശേഷം നെക്ക് വിഡ്ത്ത് 1.25 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത് ഒരു 3 ഇഞ്ചും അല്ലെങ്കിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് റൗണ്ട് നെക്ക് വരച്ച് അവിടെ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുത്ത് അങ്ങനെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് സ്ലീവും ഫ്രണ്ട് പാർട്ട് നെക്കും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാലൻസ് വന്ന പീസിൽ നിന്നും നമുക്ക് ഷോർട്ട്സ് ഒരു നിക്കർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഒരുപോലെ ഒന്ന് മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ രണ്ടായിട്ട് ഒരുപോലെ ഒന്ന് മടക്കി ഇട്ടു. വീണ്ടും അതിനെ ഒന്നുകൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തേക്കുവാണ്. ഒരുപോലെ കറക്റ്റ് വരുന്ന രീതിയിൽ എല്ലായിടം മടക്കി. ഇത് മടക്കുവശമാണ്. ഇവിടെ ഓപ്പൺ സൈഡ് 4 പീസ് വരും. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് വരുന്നതും 20 ഇഞ്ചാണ്. വീതി വരുന്നതൊരു 12 ഇഞ്ചൊക്കെ വരും. ഇനി നമുക്ക് മുകളിലായിട്ടൊന്ന് അവിടെ ഫോൾഡ് വശമാണ്, അതുകൊണ്ട് ലെവലാക്കി ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ബാക്കി വരുന്ന ലെങ്ത് നമ്മൾ എടുക്കുവാണ്. നമുക്ക് ആദ്യം ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 1.5 ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അവിടെ നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്ത് 9 ഇഞ്ച്, ക്രോച്ച് ലെങ്ത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വേസ്റ്റിൻ്റെ അവിടുത്തെ വീതി 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ക്രോച്ച് കർവ് കൊടുക്കാനായിട്ട് എക്സ്ട്രാ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നെ ക്രോച്ച് ലെങ്തിൻ്റെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം ഒരു കർവ് വരച്ചു കൊടുത്ത് താഴെ നമ്മൾ ബോട്ടം വിട്ടായിട്ട് കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന രീതിയിലാണ് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ കർവിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഷോർട്ട്സിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഷോർട്ട്സിൻ്റെ മാത്രമായിട്ടുള്ള കട്ടിങ്ങൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ സൈസ് ചാർട്ടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇവിടെ നമ്മൾ 2 കാലിലേക്കുള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉടുപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാം. നമ്മളിവിടെ ക്രോസ് പീസ് നല്ല വശം അതിൻ്റെ ഡ്രസ്സിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ നെക്കിൻ്റെ ഭാഗത്ത് ചുളിവ് വരും. എക്സ്ട്രാ നിൽക്കുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്രോസ് പീസിനെ പതിച്ചൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ആ ക്രോസ് പീസിൻ്റെ സൈഡിലേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ, അതുപോലെ തന്നെ ക്രോസ് പീസിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ആ നെക്കിൻ്റെ അരികിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് നെക്കിൻ്റെ സൈഡിലൂടെ ക്രോസ് പീസിനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോഴും നമ്മൾ വലിച്ച് പിടിച്ചൊന്നും വേണ്ട, ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഉള്ളിലേക്ക് ക്രോസ് പീസ് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ ഒരു 1/4 ഇഞ്ച് ഇപ്പോൾ സ്റ്റിച്ച് ഇട്ടതിൽ നിന്ന് 1/4 ഇഞ്ച് നീക്കി ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസ് ഉപയോഗിച്ച്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് ക്രോസ് പീസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇവിടെ നല്ല വശം ക്രോസ് പീസിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശത്തേക്ക് ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ ആ നെക്കിൻ്റെ ഷേപ്പിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് കൊടുത്ത്
സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ക്രോസ് പീസ് വലിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. എക്സ്ട്രാ നിൽക്കുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മളിവിടെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡറും ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പീസിൻ്റെ ക്രോസ് പീസും നല്ല തുണിയുടെ എൻഡ് ഭാഗത്ത് ആ സ്റ്റിച്ചിൻ്റെ ക്രോസ് പീസിൻ്റെ അതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒരുപോലെ ആ ജോയിൻറ്റിൻ്റെ അവിടേക്ക് വെച്ച് കൊടുത്ത് ബാക്കിലെ ക്രോസ് പീസ് ഫ്രണ്ടിലെ ചീത്ത വശത്തേക്ക് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് 1/2 ഇഞ്ച് വീതിയിലൊന്ന് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നമ്മളിവിടെ 2 സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ഷോൾഡറിൻ്റെയും ഭാഗം നമ്മൾ ക്രോസ് പീസ് നിവർത്തി വെച്ച് ബാക്ക് പീസിലേക്ക് ആ നല്ല പീസ് വെച്ച് പിന്നീട് ആ ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തേക്കൊന്ന് മടക്കി വെച്ച് കൊടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം കറക്റ്റ് ലെവലാക്കി ഷോൾഡറിലെല്ലാം വെച്ച് കൊടുത്ത് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെയും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് ഇനി നമ്മൾ ഇതുപോലെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്ക് ക്രോസ് പീസ് ഉള്ളിലേക്ക് മടങ്ങി വരും. ഇനി നമുക്കിത് ബാക്ക് നെക്കിലേക്ക് ഈ ക്രോസ് പീസ് ഒന്ന് മടക്കി വെച്ച് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കണം. നമ്മൾ ഷോൾഡറും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ ബാക്ക് ക്രോസ് പീസ് ഉള്ളിലേക്ക് തിരിഞ്ഞു കിട്ടുന്നതാണ്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ബാക്കിലേക്ക് വെച്ച് ക്രോസ് പീസ് പ്രസ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 നെക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബോഡി പാർട്ടിലേക്ക്. അതിനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നിങ്ങളുടെ കയ്യിലെ തുണിയുടെ ഇതനുസരിച്ച് ഞാനിവിടെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ആദ്യം ഒരു സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സ്ലീവിൽ നമ്മൾ മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇത് ക്രേപ്പിൻ്റെ തുണിയാണ്. നമ്മൾ പിടിച്ചാൽ കിട്ടില്ല, തെന്നി പോകുന്ന ടൈപ്പ് ഒരു തുണിയാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്ലീവിൻ്റെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നോച്ച് ഇട്ടെടുത്തായിരുന്നു. അത് ആ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് വരുന്ന ആ സെൻറ്റർ ഭാഗത്തേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഒരു സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇവിടെ സ്ലീവ് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായിട്ട് വെച്ച് കൊടുത്തങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്ത തിരിച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്ത വശത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ ആ എൻഡ് ഭാഗത്ത് നിന്ന് കൈക്കുഴിയുടെ അവിടെ നിന്ന് സ്റ്റിച്ചിട്ട് നമ്മൾ സ്ലീവ് ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. താഴേക്ക് അടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളിടത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതിയിലാണ് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ബോഡി പാർട്ടിലേക്ക്. ഇവിടെ ഞാൻ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത സൈഡിലേക്ക് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ ആ നോച്ചിട്ട ഭാഗം കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് അടുത്ത സ്ലീവ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സൈഡിലേക്ക് നമ്മളിപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തിരിച്ചിട്ടതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്നും നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ആ സ്ലീവിൻ്റെ ബോഡി പാർട്ടുമായിട്ട് താഴേക്ക് നമ്മൾ ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കുവാണ് ഇതുപോലെ. അങ്ങനെ നമുക്ക് 2 സ്ലീവും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ സൈഡിൽ തയ്യൽ തുമ്പായിട്ട് 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. നമ്മൾ സ്ലീവ് ഓപ്പൺ റൗണ്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ആ കറക്റ്റ് ആ 4.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ കെട്ടിട്ട് സ്റ്റിച്ചിട്ടെടുത്തതിന് ശേഷം സ്ലീവിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് വെളിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ 1 ഇഞ്ചാണ് ബോഡി പാർട്ടിലെല്ലാം തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. വേസ്റ്റിൻ്റെ അവിടെ, ഹിപ്പിൻ്റെ അവിടെയും ചെസ്റ്റിൻ്റെ അവിടെയെല്ലാം നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ കെട്ടിട്ട് നിർത്തണം. നമ്മൾ സാധാരണ ചുരിദാറിന് സ്ലിറ്റ് തയ്ക്കുന്ന പോലെ തന്നെ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം തിരിച്ച് താഴേക്ക് നമ്മൾ 1/4 ഇഞ്ച് നീക്കി ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ അവിടെ വരെ കെട്ടിട്ട് നിർത്തി. അതുപോലെ തന്നെ അടുത്ത
സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ഇട്ട് എടുക്കാവുന്നതാണ്. ഞാനത് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ച് ഇട്ട് തുടങ്ങുന്നത്. അവിടെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. സൈഡിലായിട്ട് നമ്മളവിടെ എല്ലാം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നീട് സ്ലീവ് ഓപ്പൺ റൗണ്ട് ഞാനിവിടെ 4.5 ഇഞ്ച് ഒന്ന് സ്ലീവ് കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ മടക്ക് വരുന്ന ഭാഗത്തെല്ലാം ഒരുപോലെ വെച്ചതിന് ശേഷം സ്ലീവ് ഓപ്പൺ റൗണ്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആ സ്ലിറ്റ് ഓപ്പൺ വരുന്ന ആ ഭാഗത്ത് നിന്ന് കെട്ടിയിട്ട് തുടങ്ങി നമുക്ക് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് വിട്ടിട്ടുള്ള മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ചിട്ട് സ്ലീവിൻ്റെ അവിടം വരെയും സ്റ്റിച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് നീക്കി ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 ഇഞ്ചാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഒന്നുകൂടെ മടക്കി സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ കൊണ്ടുവന്ന് കുത്തി നിർത്തി ഇങ്ങോട്ട് ഇപ്പുറത്തെ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെയും കൊണ്ടുവന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഇപ്പുറത്തെ സ്ലിറ്റ് നമ്മൾ മടക്കി വെച്ച് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലിറ്റിൻ്റെ ഭാഗം ആ സ്ലിറ്റിൻ്റെ എക്സ്ട്രാ നിൽക്കുന്ന തുണി നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് 1/2 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് മടക്കി വെച്ച് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. സ്ലിറ്റിൻ്റെ കെട്ടിട്ട് നിർത്തിയ ഭാഗത്ത് കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തിയതിന് ശേഷം അടുത്ത സ്ലിറ്റിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ 2 സ്ലിറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ വെളിയിലേക്ക് നിൽക്കുന്ന പീസിൽ നിന്ന് കട്ട് ചെയ്തതിന് മാറ്റിയതിന് ശേഷം നമ്മൾ താഴ്വശം ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. താഴ്വശം ഇവിടെ തേരുവശമാണ് എനിക്ക് താഴ്വശം വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. തുണി എൻ്റെ കയ്യിൽ ഒരുപാടില്ലാഞ്ഞുകൊണ്ട് ഞാനിവിടെ 1/4 ഇഞ്ച് വെച്ചാണ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് മടക്കി വീണ്ടും 1/2 ഇഞ്ച് ഒന്നുകൂടെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ സ്ലിറ്റിൻ്റെ എൻഡ് ഭാഗത്ത് കറക്റ്റായിട്ട് ലെവലാക്കി ഒന്ന് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം താഴ്വശം നമ്മളിവിടെ അടുത്ത താഴ്വശവും നമ്മളിവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ച് ലെവലാക്കി ഒന്ന് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. ഞാനിവിടെ കുട്ടികളുടെ സൈസ് ചാർട്ട് കൊടുത്തേക്കാം. അത് വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഷോർട്സ് നിക്കർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 2 പീസും നമ്മൾ നല്ല വശം വരുന്ന രീതിയിൽ ഒന്ന് തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്രോച്ചിൻ്റെ ഭാഗം ഒരേ വരുന്ന രീതിയിൽ താഴത്തെ പീസിൽ ക്രോച്ചിൻ്റെ ഭാഗം 1/4 ഇഞ്ച് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മുകളിലത്തെ പീസിലേക്ക് നമ്മൾ ആ വെളിയിലേക്ക് നിൽക്കുന്ന പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓവർലാക്ക് ചെയ്യാനുള്ള മെഷീൻ ഇല്ലെങ്കിൽ വളരെ ഫിനിഷിങ്ങോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് താഴത്തെ പീസിൽ 1/4 ഇഞ്ച് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വെച്ചതിന് ശേഷം ആ പീസിനെ നമ്മൾ മുകളിലേക്ക് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പീസിനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ നിവർത്തിയിട്ടതിന് 2 പീസിനെ ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്രോച്ചിൻ്റെ ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ക്രോച്ചിൻ്റെ ഭാഗം സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്ത ക്രോച്ചിൻ്റെ ഭാഗം ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് താഴത്തെ പീസിൽ 1/4 ഇഞ്ച് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ 1/4 ഇഞ്ച് നമ്മൾ മുകളിലത്തെ പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തൊന്ന് കൊടുത്ത് 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ അടുത്ത ക്രോച്ചിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നിവർത്തി ഇട്ടതിന് ശേഷം ഇതിനെയും പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ക്രോച്ചിൻ്റെ ഭാഗമെല്ലാം ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തയായിട്ട് താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഷോർട്സിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് 1/4 ഇഞ്ച് വീതിയിൽ ഞാൻ മടക്കി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇവിടെ എനിക്ക് തുണി വളരെ കുറവായതുകൊണ്ട് ഞാൻ 1/4 ഇഞ്ച് വീതിയിൽ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തുണി അധികം ഉണ്ടെങ്കിൽ 1/2 ഇഞ്ച് വീതിയിലൊക്കെ നല്ല ഫിനിഷിങ്ങോടുകൂടി നല്ല വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി വെച്ച് താഴ്വശം 2 കാലിൻ്റെ താഴ്വശം ഒന്ന്
മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ക്രോച്ചിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമുക്ക് രണ്ട് ബോട്ടം ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും നമ്മൾ താഴത്തെ പീസിൽ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ 1/4 ഇഞ്ച് നമ്മൾ മുകളിലത്തെ പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തൊന്ന് ക്രോച്ചിൻ്റെ ഭാഗം എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആ താഴത്തെ പീസ് നമ്മൾ മുകളിലത്തെ പീസിൻ്റെ ചീത്ത വശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മൾ എൻഡ് ഭാഗത്ത് എത്തുമ്പോൾ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയും ഒന്ന് പതിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്നും ആ ഇതുപോലെ ഒന്ന് എടുത്ത് നമ്മൾ താഴ്വശത്ത് നിന്നും ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെ പതിച്ച് ഒരു സൈഡിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നൂലഴിഞ്ഞു പോകുന്ന ചില തുണികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള തുണിയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നൂല് അഴിഞ്ഞു പോകാതെ നല്ല ഫിനിഷിങ്ങോടുകൂടി ഇരിക്കുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തില്ല, അവിടെയും നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ഇലാസ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഉണ്ടില്ല, ഇവിടെ വളരെ ഫിനിഷിങ്ങോടുകൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുകൾ വശം വേസ്റ്റിൻ്റെ അവിടെയായിട്ട് 1/4 ഇഞ്ച് വീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് ചുറ്റിനും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. 1/4 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. മടക്കി വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിനും തുടങ്ങിയെടുത്ത് തന്നെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് നിർത്തി നമ്മൾ 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ചാണ് നമ്മൾ എലാസ്റ്റിക് എടുക്കുന്നത്. ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 23 ഇഞ്ചാണ്. അതിൽ നിന്ന് ഞാനിവിടെ 3 ഇഞ്ചല്ല 4 ഇഞ്ച് കുറച്ച് എടുക്കുവാണ്. നല്ല കറക്റ്റ് ഒരു ഇച്ചിരി ടൈറ്റായിട്ടിരിക്കണം. അങ്ങനെ 4 ഇഞ്ച് കുറച്ചതിന് ശേഷം എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് എലാസ്റ്റിക്കിൻ്റെ 2 എൻഡ് ഭാഗം നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തൊന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. കുറച്ച് 2-3-4 പ്രാവശ്യം കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റിൻ്റെ ഭാഗം നമ്മളൊന്ന് ചുരുട്ടി പിടിച്ച് ഇതുപോലെ നമ്മുടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം എലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ, എങ്കിലേ എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ നമ്മൾ കുറച്ചൊരു തുണി എലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് ആ ഫോൾഡ് ചെയ്തതിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാം. എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വീഴരുത്, കാരണം നമ്മൾ ലാസ്റ്റ് എലാസ്റ്റിക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് എല്ലായിടും ഒരുപോലെ ആക്കുമ്പോൾ എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ തുണി എലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് കുറച്ച് ഒരു പൊടിക്ക് വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വേണം നമ്മൾ തുണി ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കുറച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എലാസ്റ്റിക് എത്താതെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ബാക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് എലാസ്റ്റിക് വലിച്ചു കൊടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്കിവിടെ എലാസ്റ്റിക്കും ഇതുപോലെ റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എലാസ്റ്റിക്കിൻ്റെ വെളിയിലേക്ക് തുണി വെച്ച് കൊടുത്ത് വേണം നമ്മൾ ആ തുണിയിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ എലാസ്റ്റിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. ചുറ്റിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മൾ 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ആ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ 1/4 ഇഞ്ച് മടക്കിയും കൂടെ വെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളിവിടെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് വലിച്ച് എല്ലായിടും ഒരുപോലെ ആക്കി കൊടുക്കണം എലാസ്റ്റിക്. ഇപ്പോൾ ചിലയിടത്ത് എലാസ്റ്റിക് കൂടുതലായിട്ട് ഇതായിട്ടിരിക്കും. അതുപോലെ ഇങ്ങനെ 2 വശത്തേക്ക് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എലാസ്റ്റിക് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ സെൻറ്റർ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കണം. അതിനായിട്ട് 2 സൈഡിലേക്ക് നമ്മൾ എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് 2 കൈ കൊണ്ട് ബാക്കിലും ഫ്രണ്ടിലും ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ സെൻറ്റർ ഭാഗത്തൂടെ എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ ഫിനിഷിങ്ങോടുകൂടി എലാസ്റ്റിക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്.
ഇതുപോലെ വലിച്ച് പിടിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റിച്ച് അഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ 2 സൈഡിലേക്കും ഇലാസ്റ്റിക് കറക്റ്റായിട്ടൊന്ന് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് തുടങ്ങിയത് അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്താവുന്നതാണ്. അങ്ങനെ നമ്മൾ ഷോർട്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.